ഈ അക്കയാണ് ഈ ഒരു കട നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. അക്കനെ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. ചൂടോടുക്കാൻ ഇങ്ങനെ ദോശ മുന്നിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദോശകളെല്ലാം തന്നെ മുട്ട ദോശ, ഒനിയൻ ദോശ, കാരൻ ദോശ, നോർമൽ ദോശ, പ്ലെയിൻ ദോശ, ഇങ്ങനെ ഒരുപാട് ദോശകളും ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചട്നിയും പിന്നീട് ഒരു ചമ്മന്തിയും കിട്ടിയിട്ടുണ്ട്. ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാട് ഉള്ളത് കൊണ്ട് ഇവർ ഒരു പറമ്പൊക്കെ ലീസിന് എടുത്തിട്ട് ഒരു മൂലക്കലൊരു കട പോലെ ഒരു സംഭവം കെട്ടിയുണ്ടാക്കിയിട്ട് പിന്നീട് ബാക്കി സ്ഥലങ്ങളെല്ലാം തന്നെ ടേബിളോ അല്ലെങ്കിൽ ചെയറുകളൊക്കെ നിരത്തി അങ്ങോട്ട് ഇടും. വേണ്ടവർക്ക് വേണ്ട സ്ഥലങ്ങളിൽ പോയിരിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ വീഡിയോ കണ്ട സുഹൃത്താണ് പറഞ്ഞത്, പൊല്യൂഷൻ തീർന്നിട്ടുണ്ട് ബ്രോ, ഒന്ന് ശ്രദ്ധിക്കാൻ. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് എന്ത് ചെയ്ത് പൊല്യൂഷൻ എടുക്കുന്ന ഇതുപോലത്തെ ഒരു വണ്ടി റോഡ് സൈഡിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് പൊല്യൂഷൻ എടുക്കുകയാണ്. അപ്പോൾ മൂപ്പർക്ക് നമ്മളെ വണ്ടി ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അടിപൊളി വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ മൊത്തത്തിൽ ഫുള്ള് വൃത്തിയായിട്ട് പണിയെടുപ്പിക്കുന്നതല്ലേ. എന്ത് പണി വന്നാലും നമ്മളത് തുടക്കം നല്ല ക്ലിയർ ആക്കിയിട്ട് അങ്ങോട്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും പണി കണ്ടാൽ അതും ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. പിന്നീട് ഇവിടുന്ന് നമ്മൾ പൊല്യൂഷൻ്റെ ആ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. നെറ്റിലേക്ക് അപ്ഡേറ്റ് ആക്കാൻ നോക്കിയപ്പോൾ നെറ്റിലേക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല. കർണാടകയും ആന്ധ്രാപ്രദേശും മാത്രമേ അപ്ഡേറ്റ് ആവുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നോട് ചോദിച്ച് 1 ഇയർ എടുക്കണമെന്ന് ചോദിച്ചു. വേണ്ട, 6 മാസത്തേക്ക് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേപ്പർ മേടിച്ച് പോരാനുണ്ടായത്. ഇതുപോലെ ചെറിയൊരു ഒമ്നി വാനിലാണ് കൂടുതലും പൊല്യൂഷൻ എടുക്കുന്ന സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇത് ഗവൺമെൻറ് അപ്രൂവലാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ലളിതമായിട്ടുള്ള സംസാര രീതി, നമ്മളോടൊക്കെ തന്നെ നല്ല നിഷ്കളങ്കമായിട്ടുള്ള ഇടപഴകലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും കാണുന്നത്.